ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രാജ്യത്തിന്റെ നേതൃത്വമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ സമാധാന ചർച്ചയ്ക്ക് നിർദ്ദേശം മുന്നോട്ടുവച്ച് യുക്രൈൻ പ്രസിഡന്റ്. 66ാമത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും കരസ്ഥമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 21 മുതൽ ഓഗസ്റ്റ് 21 വരെ വർഷകാല സമ്മേളനം തുടരും. സമ്മേളനത്തിൽ ഇരുസഭകളുടെയും ആകെ 21 സിറ്റിംഗുകൾ ഉണ്ടാകും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും എടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. कई बिल्स हैं जो इस सत्र में आएंगे, जैसे शिपिंग बिल है, पोर्ट्स बिल है, मर्चेंट बिल्स हैं, स्पोर्ट्स का बिल है और जन विश्वास बिल है, एजुकेशन का कई महत्वपूर्ण बिल्स हैं जो इस मानसून सत्र में आने वाले हैं. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾക്ക് അന്തിമ രൂപം നൽകുന്നതിനായി പ്രതിപക്ഷ പാർട്ടിയായ INDI സഖ്യ നേതാക്കളുടെ യോഗം ഇന്നലെ വീഡിയോ കോൺഫറൻസിംഗ് വഴി നടന്നു. കോൺഗ്രസ്, TMC, സമാജ്വാദി പാർട്ടി, ശിവസേന, UBT, DMK, CPIM, NCP, SCP തുടങ്ങിയ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, SP നേതാവ് രാംഗോപാൽ യാദവ്, DMKയുടെ തിരുച്ചി ശിവ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പെഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിക്കാൻ പാർട്ടികൾക്കിടയിൽ സമവായം ഉണ്ടാക്കിയതായി കോൺഗ്രസ് MP പ്രമോദ് തിവാരി മാധ്യമങ്ങളോട് പറഞ്ഞു. INDI സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി പിന്മാറി. 2024 പൊതു തെരഞ്ഞെടുപ്പിനായി മാത്രമാണ് INDI സഖ്യം രൂപീകരിച്ചതെന്നും അതിനുശേഷം ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ AAP ഒറ്റയ്ക്കാണ് മത്സരിച്ചതെന്നും മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഇന്നലെ നടന്ന INDI സഖ്യ യോഗത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടിയും വിട്ടുനിന്നു. ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ചുള്ള സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ദ്രൌപദി മുർമു നൽകിയ റഫറൻസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി അടങ്ങിയ ഭരണഘടനാ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കും. 14 ചോദ്യങ്ങളിൽ വ്യക്തത ആരാഞ്ഞുള്ളതാണ് രാഷ്ട്രപതിയുടെ റഫറൻസ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ രാഷ്ട്രപതി, ഗവർണർ തുടങ്ങിയവർക്ക് ബില്ലുകളിന്മേൽ നടപടിയെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിർദ്ദേശിക്കാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് അതിന്റെ നേതൃത്വമാണെന്നും ശ്രീ ധൻകർ പറഞ്ഞു. ജനസംഖ്യയുടെ 65% 35 വയസ്സിന് താഴെയുള്ളവരായതിനാൽ രാജ്യത്തിന്റെ ജനസംഖ്യാപരമായ നേട്ടം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Demographic dividend for youth is global envy. 65% of our population is below 35 years of age. The median age of this country is 28. That of China and the US is around 38-39 and Japan 48. Now you are the chosen ones. You have got the opportunity to serve. ലഹരിമുക്ത ഇന്ത്യയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് യുവ ആത്മീയ ഉച്ചകോടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സമൂഹ മാധ്യമക്കുറിപ്പിന് മറുപടിയായി യുവ ആത്മീയ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ലേഖനം പങ്കുവച്ചാണ് അദ്ദേഹം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. മൈ ഭാരത് സംരംഭം സംഘടിപ്പിക്കുന്ന യുവ ആത്മീയ ഉച്ചകോടി ഇന്നലെ കാശിയിൽ ആരംഭിച്ചു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത്വം എന്നതാണ് 2 ദിവസത്തെ ഉച്ചകോടിയുടെ പ്രമേയം.
ദേശീയ സുരക്ഷയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ യുവാക്കൾക്ക് തൊഴിലവസരങ്ങളിലേക്കും നൂതന ആശയങ്ങളിലേക്കുമുള്ള പാത കൂടിയാണ് സൈബർ സുരക്ഷയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിലെ കാണ്ടിവാലിയിൽ നൂതന സൈബർ സ്കിൽ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലെ നൈപുണ്യ വിടവ് നികത്താനും വൈദഗ്ധ്യമുള്ള മനുഷ്യശക്തിയുടെ ആഗോള കേന്ദ്രമായി മാറുക എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കാനും ഈ സംരംഭം സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്നും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 22 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അടുത്ത 6 ദിവസങ്ങളിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ, അസം, ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം കനത്ത മഴ പെയ്യുമെന്ന് IMD അറിയിച്ചു. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും മഴ തുടരും. വനമഹോത്സവ് ആഘോഷങ്ങളിൽ ജഡ്ജിമാരുടെ ആവേശകരമായ പങ്കാളിത്തത്തെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൌരന്മാരെ പരിസ്ഥിതി സംരക്ഷണ ഉത്തരവാദിത്തത്തിലേക്ക് പ്രചോദിപ്പിക്കുന്നതിൽ അവരുടെ പങ്ക് അദ്ദേഹം എടുത്തു പറഞ്ഞു. ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന് ജഡ്ജിമാരുടെ പങ്കാളിത്തം കരുത്തു പകരുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓസ്ട്രേലിയയിലെ സൺഷൈൻ കോസ്റ്റിൽ നടന്ന 66ാമത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ ഇന്ത്യ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും നേടി. ഡൽഹിയിൽ നിന്നുള്ള കനവ് തൽവാർ, ആരവ് ഗുപ്ത, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആദിത്യ മങ്കുടി എന്നിവർ സ്വർണ്ണ മെഡലുകൾ നേടി. കർണാടകയിൽ നിന്നുള്ള ആബേൽ ജോർജ് മാത്യു, ഡൽഹിയിൽ നിന്നുള്ള ആദിഷ് ജെയിൻ എന്നിവർ വെള്ളി മെഡലും ഡൽഹിയിൽ നിന്നുള്ള അർച്ചിത് മാനസ് വെങ്കലവും നേടി. 69 സ്ത്രീകൾ ഉൾപ്പെടെ ആകെ 630 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 8 വിക്കറ്റ് ജയം. ഇതോടെ പരമ്പരയിൽ ഇരു ടീമുകളും സമനിലയിലാണ്. ഇംഗ്ലണ്ടിലെ ലോർഡ്സിൽ ഇന്നലെ മഴ മൂലം 29 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുത്തു. ശക്തമായ മഴയെ തുടർന്ന് മത്സരം വീണ്ടും 24 ഓവറാക്കി ചുരുക്കുകയും ഇംഗ്ലണ്ട് വിജയലക്ഷ്യം കാണുകയും ചെയ്തു. 3ാമത്തെയും അവസാനത്തെയും ഏകദിനം മറ്റന്നാൾ ചെസ്റ്റർലെ സ്ട്രീറ്റിൽ നടക്കും. ജൂനിയർ ആൺകുട്ടികൾക്കായുള്ള 2025-26 ഡോക്ടർ BC റോയ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് പഞ്ചാബിലെ അമൃത്സറിൽ നാളെ തുടക്കമാകും. തെലങ്കാനയും ഗോവയും തമ്മിലാണ് ആദ്യ മത്സരം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 16 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പങ്കെടുക്കും. ഈ മാസം 30-നാണ് ഫൈനൽ. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കുന്ന വനിതാ ഗുസ്തി റാങ്കിംഗ് സീരീസ് മത്സരങ്ങളിൽ ഇന്ത്യൻ വനിതകൾ ആധിപത്യം തുടരുന്നു. 76 കിലോ വിഭാഗത്തിൽ ഇന്നലെ പ്രിയ മാലിക് വെള്ളിയും ഏഷ്യൻ ചാമ്പ്യൻ മനീഷ വെങ്കലവും നേടി. ഇതോടെ ഇന്ത്യ 3 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 8 മെഡലുകൾ നേടി. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ റഷ്യയുമായി അടുത്തയാഴ്ച പുതിയ റൌണ്ട് സമാധാന ചർച്ചയ്ക്ക് നിർദ്ദേശം മുന്നോട്ടുവച്ച യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വെടിനിർത്തൽ നടപ്പിലാക്കാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്നും തീരുമാനങ്ങൾ എടുക്കാതെ ഒളിച്ചോടുന്നത് റഷ്യ അവസാനിപ്പിക്കണമെന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് ആവർത്തിച്ചു. ബ്രിക്സ് രാജ്യങ്ങൾ US ഡോളറിന് ബദൽ കൊണ്ടുവരാൻ പ്രവർത്തിക്കുകയാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർഗെ റിയാബ്കോവ്. ബദൽ സാധ്യതയായി ബ്രിക്സ് രാജ്യങ്ങൾ മറ്റ് അംഗരാജ്യങ്ങളുമായും പങ്കാളി രാജ്യങ്ങളുമായും ദേശീയ കറൻസികളിൽ വ്യാപാരം നടത്തുന്ന കാര്യം പരിശോധിക്കുന്നുണ്ടെന്ന് റിയാബ്കോവ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. 10% താരിഫ് ഏർപ്പെടുത്തുമെന്ന US മുന്നറിയിപ്പ് ബ്രിക്സിനെ വളരെയധികം ബാധിച്ചുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരാമർശങ്ങൾ. വിയറ്റ്നാമിൽ വിനോദസഞ്ചാര കേന്ദ്രമായ ഹാലോങ് ബേയിൽ മോശം കാലാവസ്ഥയെ തുടർന്ന് ടൂറിസ്റ്റ് ബോട്ട് മറിഞ്ഞ് 34 പേർ മരിച്ചു. മരിച്ചതിൽ 8 പേർ കുട്ടികളാണ്. 8 പേരെ കാണാതായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പരമാധികാര രാഷ്ട്രമായ ഇന്ത്യയുടെ സ്വന്തം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് രാജ്യത്തിന്റെ നേതൃത്വമാണെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. യുക്രൈൻ നഗരങ്ങളിൽ റഷ്യ ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ സമാധാന ചർച്ചയ്ക്ക് നിർദ്ദേശം മുന്നോട്ടുവച്ച യുക്രൈൻ പ്രസിഡന്റ്.
66ാമത് ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ 3 സ്വർണവും 2 വെള്ളിയും 1 വെങ്കലവും കരസ്ഥമാക്കി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.